ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റിൻ്റെ ചോക്ലേറ്റ് ട്യൂട്ടോറിയലിലെ അടുത്ത ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫില്ലിംഗ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അതായത് ഒരുപാട് ഹാർഡും അല്ല, അതേസമയം ഭയങ്കര ലിക്വിഡ് ഫോമിലും അല്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് മെർസിപ്പൻ ചോക്ലേറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മിൽക്കും ഡാർക്കും കൂടെ മിക്സാക്കി ഒരേ അളവിലെടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പേര് പോലെ തന്നെ നമ്മളെ നാട്ടിൽ അത്ര സുലഭമായിട്ട് കാണുന്ന ഒരു ഫില്ലിംഗ് മെത്തേഡല്ല ഇത്. പാശ്ചാത്യ രാജ്യങ്ങളിലും അതുപോലെ അറബ് രാഷ്ട്രങ്ങളിലും ഒക്കെയാണ് ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മെർസിപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ആൽമണ്ട് യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കാറ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട്സ് ഒരു ചെറിയ നേരി ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അതൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് എടുക്കാം. നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് തൊലി ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ട് വാങ്ങിയിട്ടല്ല അതിൻ്റെ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഇതിൻ്റെ പൗഡർ യൂസ് ചെയ്തിട്ടും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി നല്ല ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബദാമൊക്കെ ഞാൻ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് രണ്ട് മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പൊടിക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് പഞ്ചസാരയും കോൺഫ്ലവറും ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് പിന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അതല്ല, നിങ്ങളുടെ കയ്യിൽ ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ഇട്ടാൽ മതി. എന്നിട്ട് 1-2 ഡ്രോപ്പ് വെള്ളം ഇറ്റിച്ചിട്ട് നമുക്ക് അത് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഷുഗറും ബാക്കി ലിക്വിഡ് ഗ്ലൂക്കോസും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള അവൈലബിലിറ്റി എന്താണ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് പൊടിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ ലിക്വിഡ് ഗ്ലൂക്കോസ് ഷുഗർ തന്നെയാണ്, പഞ്ചസാര തന്നെയാണ്. നമുക്ക് ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മളിത് ബൈൻഡിങ് ഏജൻ്റായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരുപാട് എടുക്കാൻ പറ്റില്ല. ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ മതിയാകും. അപ്പോൾ നമുക്ക് വേണ്ട അത്ര പഞ്ചസാര ഇതിന് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഷുഗർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എത്ര മധുരം വേണം, അതുപോലെ നമ്മൾ എത്ര അളവിൽ ബദാം എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടൊക്കെ അളവ് മാറ്റി കൊടുക്കാം കേട്ടോ. അത് ഇത്ര വേണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഞാനിത് പൊടിച്ചെടുത്തത് കണ്ടോ, നന്നായിട്ട് നമ്മളെ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പം തന്നെ അത്യാവശ്യം ഒരു ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ കിട്ടും. അത്യാവശ്യം പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. പഞ്ചസാര കുറച്ചാണ് നമ്മൾ ഇടുന്നത് വെച്ചാൽ പൊടിയായിട്ട് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ അതുമല്ല, നമ്മൾ ഒരുപാട് കറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓയിൽ ഫ്രീ ആവും. അപ്പോഴും നമുക്ക് ഒരു ഒട്ടുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ ഗ്ലൂക്കോസ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതല്ല, ഇതിങ്ങനെ ഒട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിതിൽ ഗ്ലൂക്കോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അതേപോലെ നമ്മളിപ്പോൾ ചോക്ലേറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് നമുക്ക് ഇതിൽ പല കളറുകളും കൊടുത്തിട്ട് പല ഷേപ്പിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പിന്നെ ഉണ്ടാക്കി വെക്കാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ മെർസിപ്പാൻ ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ബദാം മാത്രം യൂസ് ചെയ്തിട്ടല്ല, നമ്മൾ കാഷ്യൂ ഉണ്ടെങ്കിൽ അത്, അതുപോലെ നിലക്കടല, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിനി നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് മോൾഡിലിട്ട് ഷേപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, നമ്മൾ ഹാർഡ് സെൻറ്ററൊക്കെ ഉണ്ടാക്കിയ പോലെ കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് അതിനുള്ളിൽ അതിലേക്ക് ബൗളാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതായത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ഹാർഡ് സെൻറ്റർ ചെയ്ത പോലെ നമ്മൾ ആദ്യം കുറച്ച് ചോക്ലേറ്റ് മോൾഡിൽ ഒഴിക്കുക, ഇത് അതിൽ ഡിപ്പ് ചെയ്യുക, അതിന് മുകളിൽ ബാക്കി ചോക്ലേറ്റ് ഒഴിച്ചിട്ട് നമ്മൾ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പരത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പിലാക്കിയിട്ട് ഡിപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു സ്റ്റിക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ചെടുക്കുക, നമ്മൾ നീളത്തിൽ ജസ്റ്റ് ഒരു ഇത് കണ്ടില്ലേ, വടി പോലെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്തെടുക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ്, ഇനി ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്താലും മതി. വേണമെന്ന് വെച്ചാൽ നമുക്കിതൊരു സ്റ്റിക്കിൽ കുത്തിയിട്ട് ലോലിപോപ്പ് പോലെ ആക്കാം കേട്ടോ. സ്റ്റിക്കിൽ റൗണ്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആണെങ്കിലും കുഴപ്പമില്ല. ഈ പൂത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, നമ്മൾ എന്താ പറയുക, വിഷുവിന് പൂത്തിരിയൊക്കെ ഉണ്ടാവില്ലേ, കമ്പിയിൽ കുത്തിയിട്ട് അതുപോലെയൊക്കെ ആക്കിയിട്ട് ഇത് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. വൈറ്റ് ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് കുറച്ച് സിൽവർ, എന്താ പറയുക, നമ്മളെ സിൽവർ ഗോൾഡല്ല, സിൽവർ ഡസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പൂത്തിരി പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനൊക്കെ പറ്റും. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മെർസിപ്പാൻ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ചോക്ലേറ്റ് കുറച്ച് ഹാർഡാണ്, എനിക്ക് തോന്നുന്നു സ്പൂണിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ ശ്രദ്ധിക്കാതെ ഇതിലിട്ട് പോയി. അപ്പോൾ പെട്ടെന്നൊന്ന് കുറച്ചൊന്നിങ്ങനെ ഒരു ഹാർഡായ പോലെ തോന്നുന്നുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന്, ഇത് നമ്മളിങ്ങനെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഗാർണിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റാം. ചോക്ലേറ്റ് ഹാർഡായി പോയതുകൊണ്ട് തന്നെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അത് പൊട്ടിപ്പോണുണ്ട്. അതുകൊണ്ട് ഞാൻ പകുതി ഡിപ്പ് ചെയ്തിട്ട് പുതിയൊരു മോഡലാക്കി.
കണ്ടോ, ഇത് ചോക്ലേറ്റ് നല്ല സോഫ്റ്റായിട്ട് നല്ല ലിക്വിഡ് ഫോമിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് എടുക്കാമായിരുന്നു, നല്ല നീറ്റായിട്ട് എടുക്കാമായിരുന്നു. ഇതിപ്പോൾ നല്ല കട്ടിയായി പോയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് പക്ഷേ നമുക്ക് പാക്ക് ചെയ്ത് കവർ ചെയ്തൊക്കെ കൊടുക്കാൻ ഈ ഒരു പോർഷൻ ഉണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് വെക്കാനും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇതിപ്പോൾ ഈ കളറിൽ ഞാൻ ചെയ്തത് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രോപ്സ് കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കളർ യൂസ് ചെയ്തിട്ട് കളർ വരുത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതിലോട് മാച്ചായിട്ടുള്ള കളറുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെർസിപ്പാൻ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും, പല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള ചോക്ലേറ്റാണ്. ഇത് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബായ്.